അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് വെച്ചാൽ പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പൊട്ടറ്റോ തന്നെയാണ് വേണ്ടത്. അപ്പോൾ പൊട്ടറ്റോ നമ്മൾ ഇതുപോലെ നീളത്തിലരിഞ്ഞത്, അപ്പോൾ നല്ല അടിപൊളി ഫ്രഞ്ച് ഫ്രൈസിൻ്റെ നീളത്തിലരിഞ്ഞ ആ പൊട്ടറ്റോൻ്റെ അറിയില്ല, ആ ഒരു രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 വലിയ സൈസ് പൊട്ടറ്റോ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകണം, അതിൻ്റെ സ്റ്റാർച്ച് പോകണം, അല്ലെങ്കിൽ നമുക്ക് ആ ക്രിസ്പിനെസ് കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഒരു 2 വെള്ളത്തിലും 3 വെള്ളത്തിലും കഴുകിയെടുക്കുക. അപ്പോൾ കഴുകിയെടുത്തതിന് ശേഷം ഇതൊന്ന് കുതിർത്ത് വെക്കണം. ഇപ്പോൾ കഴുകുമ്പോഴത്തേക്ക് തന്നെ അത് നല്ല സ്റ്റിക്ക് പോലെ വന്നിട്ടുണ്ട്, നല്ല ഹാർഡായിട്ട് വന്നിട്ടുണ്ട്, അതായത് അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോയിട്ടാണ്. അപ്പോൾ ഇത് നമുക്കൊരു 10-20 മിനിറ്റോളം കുതിർത്ത് വെക്കണം. അപ്പോൾ ഒരു അരമണിക്കൂറാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇപ്പോൾ കുതിർത്ത് വെച്ചത് ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് വെള്ളമൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം എന്ന് വെച്ചാൽ അത് മുങ്ങുന്ന രീതിയിലുള്ള വെള്ളം നമ്മൾ ഒഴിക്കണം, ഒരുപാട് വെള്ളം കുറഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിടാതെയാണ് ആക്കുന്നത്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് വേവിക്കേണ്ടതെന്ന് വെച്ചാൽ 1.5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ഉടയാനും പാടില്ല, എന്നാൽ വേവും വേണം. അതായത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വെള്ളം കയറിയ പോലൊരു ഫീലിംഗ് ഉണ്ടാവും കാണുമ്പോൾ. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് പോലെ തോന്നുക. ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ അത് നന്നായിട്ട് പൊട്ടുകയും വേണം, എന്നാൽ ഉടയാനും പാടില്ല. ഏകദേശം ഒരു ഹാഫ് വേവ് എന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ, ഒട്ടും പശപശപ്പ് ഉണ്ടാകാൻ പാടില്ല. ആ ഒരു രീതിയിൽ കറക്റ്റ് പറഞ്ഞാൽ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1.5 മിനിറ്റാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ ചിലപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ഇതുപോലത്തുള്ള നല്ല കോട്ടൺ ആയിട്ടുള്ള ക്ലോത്ത് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റുക, ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമുള്ള വെള്ളം അത്രയ്ക്ക് ഡ്രൈ ആയിരിക്കണം നമ്മുടെ ഈ പൊട്ടറ്റോൻ്റെ സ്ട്രിപ്സ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ മുഴുവൻ പൊട്ടറ്റോ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്തതിന് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പൊട്ടറ്റോനനുസരിച്ച് നിങ്ങൾ കൂട്ടിയും കുറച്ചും എടുക്കണം. ഇച്ചിരി കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഇതിൻ്റെ കറക്റ്റ് പരുവം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കോൺഫ്ലോർ ഇതുപോലെ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാം. ഇപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കോൺഫ്ലോർ ഉണ്ടോയെന്ന് മനസ്സിലാവില്ല. ആ ഒരു രീതിയിലായിരിക്കണം കോട്ടിങ് ഉണ്ടാകുന്നത്. അതായത് എക്സ്ട്രാ പൊടി ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ആവശ്യത്തിൻ്റെ കവർ ഉണ്ടായിരിക്കണം. നമുക്കിത് ശരിക്കും ക്യാമറയിലല്ലാതെ അടുത്തുനിന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിൽ പൊടി ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇനി ഞാനിത് 3 മണിക്കൂർ ഫ്രീസ് ചെയ്തിട്ട്, ഒരു 1.5 മണിക്കൂർ ഫ്രീസ് ചെയ്താൽ മതി. ഫ്രീസ് ചെയ്തിട്ട് ഇതുപോലെയുള്ള കവറിലിട്ട് ഫ്രീസ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അടച്ചുറപ്പുള്ള ഏത് കവറായാലും കുഴപ്പമില്ല. ബോക്സ് എടുക്കാതിരിക്കുക, കവറാണ് ഏറ്റവും നല്ലത്. ബോക്സ് എടുക്കുന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. മെയിനായിട്ട് അതിൻ്റെ അകത്ത് വെള്ളം കിടക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വിടിവിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്കിതൊന്ന് എന്താ പറയുക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് പുറത്ത് വെച്ചാൽ മതി. ഓവർ ടൈം പുറത്ത് വെക്കാൻ പാടില്ല, കാരണം അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഒലിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട്, ഏകദേശം ഒരുവിധം വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിട്ട് ഫ്രൈ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രഞ്ച് ഫ്രൈസിൻ്റെ രീതിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കോക്കനട്ട് ഓയിൽ, അതായത് വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഓയിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഒരുപാട് എണ്ണ എന്താ പറയുക തീ കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല, കാരണം എണ്ണ ഒരുപാട് പൊട്ടറ്റോയിലേക്ക് കയറിയിട്ട് പൊട്ടറ്റോ നന്നായിട്ട് ഒരു സ്മൂത്തായി പോകും. അതുകൊണ്ട് തീ നന്നായിട്ട് കൂട്ടി തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വട്ടം ഞാൻ ഫ്രൈ ചെയ്തു, അതാണ് നിങ്ങൾക്ക് ആ കറുപ്പ് ഡോട്ട് കാണുന്നത്. അപ്പോൾ ഇത് 2ാമത്തെ ബാച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഇതിൻ്റെ ക്രിസ്പിനെസ് മനസ്സിലാകുന്നുണ്ടാവും. കാരണം 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി, ഒരുപാട് കുക്കൊന്നും ആവണ്ട, കാരണം നമ്മൾ ഓൾറെഡി വെന്ത് കഴിഞ്ഞ സംഭവമാണ്. അപ്പോൾ നന്നായിട്ടിത് എന്താ പറയുക കുക്കായിട്ടുണ്ട്, അതുപോലെ ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല ക്രഞ്ചി ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ ആണ്. ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായല്ലോ, കുഴഞ്ഞിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ ആണെങ്കിൽ ഈ സൗണ്ട് നമുക്ക് വരില്ല. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് 1ാമത്തെ ബാച്ചിൻ്റെ ചൂടാറിയതാണ്. ഇനി അടുത്ത ബാച്ചും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ മുഴുവൻ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. സോസും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതിന് എല്ലാവർക്കും ബൈ. എൻ്റെ മറ്റ് വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.
ടാറ്റാ.